Love, peace and joy. Welcome back to our channel. നമുക്ക് ബേബി ഷവർ ചെയ്താലോ? ബേബി ഷവർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ സാധാരണ കാണുന്ന പോലെ കുറേ ആൾക്കാരും കുറേ ഗെയിംസും ഫുഡും അങ്ങനെയൊന്നും അല്ല, ഗിഫ്റ്റ്സും അങ്ങനത്തെ ഒരു ബേബി ഷവർ അല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് 3 of us, ഞാനും ജസ്റ്റ് പോയും ആൽവിനും, ഓക്കെ ഓഫ് കോഴ്സ് ബേബി ഇൻ ദ വൂം. അപ്പോൾ ഇത്രയും പേരുമായിട്ടുള്ള കുഞ്ഞ് ബേബി ഷവർ. ബട്ട് കുഞ്ഞതാണെങ്കിലും ആസ് യു ഓൾ നോ, എനിക്കതൊരു മെമ്മറബിൾ ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മുടേതായുള്ള ഡെക്കറേഷൻസും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പർച്ചേസ് ആയിട്ട് ഞാൻ നമ്മളുടെ ഹോം ബാർഗെയിനിൽ പോകണം അടുത്തുള്ള. അപ്പോൾ ആൽവിനും കൊച്ചൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നടക്കില്ല. ജസ്റ്റ് ബോയ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ബോയിനെ കാണില്ല. തിരിച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് ഇറങ്ങുമ്പോഴേ അവനെ കാണുള്ളൂ. അത്രയും അവൻ അവിടെ കിടന്ന് ഓടിക്കളിച്ച് ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടന്ന് എന്തെങ്കിലുമൊക്കെ പൊക്കി എടുത്തുകൊണ്ടും വരും. ആൽവിനും ധൃതിയായിരിക്കും ഈ ഇവിടെ വർക്കിന് പോകാനുള്ളതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു പയ്യെ അങ്ങോട്ട് പോയി പയ്യെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി. ഒരുപാടൊന്നുമില്ല, കോസ്റ്റ് എഫക്റ്റീവായിട്ട് എടുക്കും. മെയിനായിട്ട് ബലൂൺസാണ് എടുക്കാനുള്ളത്. ഒരു തീം മനസ്സിലുണ്ട്, അത് ഞാൻ പറയാം, അത് കാണിക്കുകയും ചെയ്യാം. ജസ്റ്റ് വാങ്ങിച്ച സാധനങ്ങൾ നിങ്ങൾ ഗസ് ചെയ്യും എന്തായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ചാൻസ് ഇല്ല, ബേബി ഷവറിൻ്റെ ആയതുകൊണ്ട് തന്നെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം നേരത്തെ ചെയ്തു വെക്കുന്നതിനോടൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ നമ്മൾക്ക് ഒരു ഓപ്ഷൻ ഇല്ല. സാധനങ്ങൾ ഈ ബേബി ഷവർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾക്ക് കുറേ ഫ്രണ്ട്സ് വരുന്നു, ആൾക്കാർ വരുന്നു, ഗിഫ്റ്റ് വരുന്നു, ബേബിക്ക് വേണ്ടിയുള്ള അതൊക്കെയാണല്ലോ. അപ്പോൾ എന്തായാലും ബേബിക്കുള്ള സാധനങ്ങൾ ഓൾറെഡി നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. ആൽവിൻ്റെ കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ബന്ധം വെച്ച് നോക്കുമ്പോൾ ഷീസ് അവർ നീസ്, എവീറ്റ എന്ന് പറയും. എവീറ്റയും ഹസ്ബൻഡും കൊച്ചും അവർ ലണ്ടനിലാണ്. പക്ഷേ ആള് ഞങ്ങളെ ഏജ് വൈസ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ചിറ്റാ പോവാന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും അങ്ങനെ വലിയ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. അതായത് ആൻറ്റി അങ്കിൾ എന്ന് വിളിക്കാനുള്ള ഏജ് ഡിഫറൻസ് ഇല്ല. പക്ഷേ ബന്ധം വെച്ച് നോക്കുമ്പോൾ ഷീസ് ആൽവിൻസ് നീസ്. അത് എവീറ്റ ആണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ബേബിക്കുള്ള ജനിക്കുമ്പോൾ തന്നെയുള്ള ഡ്രസ്സുകളും പിന്നെ അതേപോലെ ബേബി പ്രൊഡക്ട്സ് ഒക്കെയാണ് ആളുടെ ഗിഫ്റ്റ് കേട്ടോ. അതെല്ലാം ഞാൻ പിന്നെ കാണിക്കാം. ഇപ്പോൾ എന്തായാലും അതും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം എന്ന് ഞാൻ വിചാരിച്ചു ബേബി ഷവറിൻ്റെ ഒരു സമയത്ത്. ഞാൻ ബേബി ഷവറായിട്ട് മെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ബാക്ക് ഡ്രോപ്പ് ഉണ്ടാവും, കുറച്ച് ഫോട്ടോസ് എടുക്കണം, ഫുഡ് കഴിക്കണം, ഒരുമിച്ചിരുന്ന് ജസ്റ്റ് പോയും ഹാൽവിനും ഞാനും കൂടി. പിന്നെ പിക്ചേഴ്സ് കുറേ എടുക്കണം, മെറ്റേണിറ്റി ഷൂട്ട് പോലെ കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. അതൊക്കെ വേഗം ചെയ്യണം, അതാണ് ഏറ്റവും വലിയ കാര്യം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സമയം ഇനി അധികം ഇല്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ഷോപ്പിങ്ങിന് പോകണതാണ്. എനിക്ക് തോന്നുന്നില്ല അവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്, ബട്ട് ഐ വിൽ ട്രൈ. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അറിയില്ല കിട്ടുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവങ്ങൾ. ലെറ്റ്സ് സീ. ഓക്കെ, എന്തായാലും സണ്ണി ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. എന്നാലും 7 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജാക്കറ്റൊക്കെ ഇടാം, വെറുതെ കോൾഡൊന്നും വരുത്തണ്ടല്ലോ. ഇനിയിപ്പോൾ ത്രൂ ഔട്ട് ആഫ്റ്റർനൂൺ ആണെങ്കിലും നല്ല വെതറാണ്, ഐ മീൻ സണ്ണിയാണ്. 11-12 വരെയൊക്കെ പോകുന്നുണ്ട് ടെമ്പറേച്ചർ. യെസ്, അതുകൊണ്ട് കുഴപ്പമില്ല. പയ്യെ നടന്നങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച്. യെസ്, ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല റിലാക്സ്ഡ് ആയിട്ട് നല്ല ടൈം എടുത്ത് ഒരു 1/2 hour ഒക്കെ എടുത്ത് പയ്യെയാണ് ഞാൻ എല്ലാം നോക്കിയെടുത്തത് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലത്തെ സംഭവങ്ങൾ ഏകദേശം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ, അതും കൂടി കാണിക്കാം. യെസ്, എത്തി. അമ്മ നല്ല ടെമ്പറേച്ചർ ഇപ്പോൾ ഇതായിട്ടുണ്ട്, 8 ഡിഗ്രി ആയിട്ടുണ്ട്. അത്യാവശ്യം ചൂടും ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതേ നമ്മുടെ തുണികളൊക്കെ കൂടെ പുറത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെയും കുറച്ച് നേരം കൊണ്ട് വെച്ച് സ്റ്റാൻഡായിട്ട് അതേപടി സ്റ്റാൻഡായിട്ട് പുറത്ത് കൊണ്ടേ വെച്ച്. അപ്പോൾ വെയിലത്ത് ഉണങ്ങട്ടെ. വെയിലത്ത് ഉണങ്ങുന്നത് ഇവിടെ ഭയങ്കര കുറവാണ്. ഹീറ്ററിൻ്റെ സൈഡിലാണ് വെക്കാറ് സാധാരണ സ്റ്റാൻഡ്. യെസ്, ഞാൻ പോയപ്പോൾ വെള്ളവും പിന്നെ ഓറഞ്ചും പേരക്കയും ഒക്കെ ഇട്ടാണ് പോയത്. പിന്നെ ഇന്നലെ എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ മിനിയാന്ന് ഞാൻ ആൽവിനോട് ഇങ്ങനെ പറയണമായിരുന്നു, വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ കൊടുത്തു വിട്ടപ്പോൾ ഉണ്ണിയപ്പം കൊടുത്തു വിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ഉണ്ണിയപ്പം കഴിക്കാൻ കൊതിയാവുമെന്ന്. മമ്മിയുടെ ഉണ്ണിയപ്പം പ്രത്യേക ടേസ്റ്റാണ്.
ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങും. എനിക്കത് ചൂടോടെ ആ ക്രിസ്പി ആയിട്ട് നിൽക്കുമ്പോൾ കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അതിങ്ങനെ ആൽവിനോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നലെ ആൽവിന് കൊച്ചും കൂടി അങ്കിളുടെ അവിടെ പോയായിരുന്നു ബ്രെഡ് കൊടുക്കാൻ. നമ്മുടെ ജാക്സൺസിലെ ബ്രെഡ് കിട്ടുമ്പോൾ അത് ആൽവിന് അവിടെ കൊണ്ട് കൊടുക്കും ഇടയ്ക്ക്. അങ്ങനെ പോയപ്പോൾ അവിടെ പ്രീനു ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ണിയപ്പം. അപ്പോൾ എനിക്കും കുറച്ച് തന്നു വിട്ട്. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ കുഞ്ഞാഗ്രഹം, ഞാനത് ചെറുതായിട്ട് പറഞ്ഞൊരാഗ്രഹമാണത്, അത് കറക്റ്റായിട്ട് കിട്ടിയപ്പോൾ അപ്പം തന്നെ കർത്താവേ നന്ദി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കുഞ്ഞാഗ്രഹം പോലെ സാധിച്ചു തന്നില്ലേ നീ എന്ന് ചോദിച്ച്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതും കൊണ്ടുപോയി ഞാൻ. ഷുഗർ എങ്ങനെ ഡൗണായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ വഴിയിലൊന്നും അങ്ങനെ ഇരിക്കാൻ സൗകര്യമൊന്നുമില്ല. വേറെ ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് പോണ വഴി പാർക്ക് പോലെയൊക്കെ ഉണ്ട്. ഈ ഞാനിപ്പോൾ പോയ വഴി അങ്ങനെ ഇരുന്ന് റിലാക്സ് ആകാൻ പറ്റിയ ഏരിയ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വെള്ളം കുടിച്ച് 2 പേരൊക്കെ എടുത്ത് വയലിട്ട് ഇനി അതൊക്കെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിപ്പോൾ. എന്നിട്ട് നമുക്ക് നമ്മുടെ സാധനങ്ങൾ കാണാം. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയ സെറ്റപ്പിൽ നമുക്ക് ബേബി ഷവർ പോലെ ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചു. കാരണം ജസ്പോർട്ട് സമയത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, മെമ്മറീസ്. യെസ് ഗായ്സ്, അങ്ങനെ ഞാൻ നന്നായിട്ട് കുറച്ചധികം നേരം റിലാക്സായി. ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ചെല്ലാം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കുറച്ചു നേരം ഒന്ന് കിടക്കണം എന്നുണ്ട്. ഒന്ന് നാപ്പ് ചെയ്യുമെന്ന് അറിയില്ല. ഞാൻ ഉറങ്ങാറില്ല, വെറുതെ കിടക്കേ ഉള്ളൂ. ഇന്ന് കിടന്നിട്ടില്ല രാവിലെ എണീച്ചിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ബലൂൺ ആർച്ച്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു വൈറ്റ് ബലൂൺസ് മാത്രം വാങ്ങിക്കാമെന്നാണ്. പക്ഷെ വൈറ്റ് ബലൂൺസ് മാത്രമുള്ള പാക്ക് നമ്മുടെ ഇല്ല. പിന്നെ ഞാൻ ഇങ്ങനെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാവുമ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രേ വരുന്നുണ്ട്, അങ്ങനെ കുറച്ച് എല്ലാം വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ബലൂൺ പമ്പും വരുന്നുണ്ട്, പിന്നെ അതും ഈസിയായി. പിന്നെ ബലൂൺ ടേപ്പ് ഉണ്ട്, ഗ്ലൂ ഡോട്ട്സ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഉള്ളൊരു പാക്കാണ്. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലൗഡ്സ് പോലെ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇത് വാങ്ങിച്ചേക്കുന്നത് കൊണ്ട് ക്ലൗഡ്സ് പോലെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ട്രൈ ചെയ്യും. എൻ്റെ കണ്ണിൽ ക്ലൗഡ്സ് ആണ് ഉള്ളത്. ക്ലൗഡ്സും പിന്നെ കുറച്ച് സ്റ്റാർസ് ഇങ്ങനെ തൂക്കിക്കിടക്കുന്നത് പോലെ. നമ്മൾ ക്രിസ്മസിൻ്റെ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു സ്റ്റാർസ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മുടെ വിൻഡോയിൽ നമ്മൾ തൂക്കിയിട്ട് വെച്ചത്. അപ്പോൾ അത് ഇടയിൽ കൂടി ഇങ്ങനെ പോയി കുറച്ച് ക്ലൗഡ്സ്, അതൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. നടക്കുമെന്നറിയില്ല. പിന്നെ ഇതേപോലത്തെ ഒരു ഹെലോ ബേബി എന്നുള്ളൊരു ബാനർ വാങ്ങിച്ചിട്ടുണ്ട്. ഓ ബേബി വാങ്ങിക്കാനാണ് പോയത്, പക്ഷെ അത് കണ്ടില്ല. ഹെലോ ബേബിയാണ് ഉള്ളത്. അപ്പോൾ അത് വാങ്ങിച്ചു. ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റും, ഗാർലൻഡ് പോലെ. ഇവിടെയും നമുക്കിപ്പോൾ ബേബി ഷവർ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്ഥലത്തും ഹാങ് ചെയ്യാം. പ്ലസ് ബേബിനെ കിടത്തുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടിലും വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ, വെൽക്കം പോലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ അത് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ 2 പോംസ് വാങ്ങിച്ച്. ഇത് 2 ഉള്ള പാക്കാണ്. 2 മതി. ഞാൻ വിചാരിച്ചു മോളിൽ ബേബിയുടെ റൂമിൽ നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ബലൂൺസ് വെക്കണ്ട. ബലൂൺസ് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങാനും പൊട്ടിപ്പോയാൽ പിന്നെ അത് ഒച്ചയും ഒക്കെ ആവുമല്ലോ. ഇതാവുമ്പോൾ നമുക്ക് നല്ല ഭംഗിക്കിരിക്കും. ക്ലൗഡി വൈറ്റ് കളറിലെ നമ്മുടെ ഗ്രേ കളറിലെ ഷീൽഡാണ് നമുക്കുള്ളത് ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പിന്നെ കുറച്ച് ഗ്രേ കാൻഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് ടേബിളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 3 പേരും ഉണ്ടെങ്കിൽ പോലും എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇഷ്ടമാണ്, ചെറുതായിട്ടെല്ലാം. അതൊക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. പിന്നെ നമ്മുടെ വീറ്റമോള് ഞാൻ പറഞ്ഞ പോലെ തന്ന ഗിഫ്റ്റുകൾ, കൊച്ചിൻ്റെ ഫസ്റ്റ് ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെക്കാൻ വേണ്ടി ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പ്ലേസ് ചെയ്ത് 2 വാങ്ങിച്ച് നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളും ഉണ്ടല്ലോ, നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ ബേബിയുടെ ഗിഫ്റ്റ് അല്ലേ, അപ്പോൾ അത് നമുക്കും സെറ്റ് ചെയ്യാം. അതൊക്കെ ഇങ്ങനെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഈ പറയാൻ വിട്ടുപോയി, എനിക്ക് ഭയങ്കര ഇൻസ്റ്റിങ്ക്റ്റാണ്, നെസ്റ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ടെക്നിക്കൽ ടേം. നമുക്ക് എല്ലാ അമ്മമാർക്കും ഉള്ള ചിന്തകളാണിത്. അമ്മമാർക്കെന്നല്ല, പാരൻസിനുള്ള ചിന്തകളായിരിക്കും, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനുള്ളതായിരിക്കും. ഒരു ബേബി വന്നതിന് മുൻപ് വീട് ഫുള്ള് ക്ലീൻ ആയിരിക്കണം, റൂം സെറ്റാക്കണം, കൊച്ചിൻ്റെ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫ് ക്ലീൻ ആക്കണം, എല്ലാ സാധനങ്ങളും റെഡിയാണോ. ആ സംഭവത്തിൻ്റെ പറയുന്നൊരു പേരാണ് നെസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ എനിക്കത് ഈ പ്രാവശ്യം കൂടുതലാണ്. അന്നെന്ന് പറഞ്ഞാൽ ജസ്പോർട്ട് സമയത്തെന്ന് പറഞ്ഞാൽ 9 years ബാക്ക് അല്ലേ, 2016, 15-16 ആ സമയത്ത്, 16-ലാണ് അവൻ ജനിച്ചത്. അന്നെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലാണ്. ഷിനോയ് ഷാലത്തുണ്ട്, ഡാഡി ഉണ്ട്. മമ്മിക്ക് വയ്യായിരുന്നു ആ സമയത്ത്.
എന്നാൽ പോലും ഷിനോയും ഷാൽറ്റുണ്ട്. അവരെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചിറ്റ കളിച്ച് അത് ചെയ്യ് ഇത് ചെയ്യ് അവിടെ ക്ലീൻ ചെയ്യ് ഇവിടെ ചെയ്യ് എൻ്റെ കാല് മസാജ് ചെയ്തതാന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കലായിരുന്നു. ഇവിടെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. പ്ലസ് ജസ്റ്റ് ബോയ് ഇസ് എ ബ്ലെസ്സിങ്. ഞാൻ മാക്സിമം ഞാൻ പറയുന്നതെല്ലാം ചെയ്യാറുണ്ട്. പറ്റാവുന്നത് പോലെ അവനെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യൂട്ടോ കൊച്ച്. മാക്സിമം കൊച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൽവിൻ പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, ആൽവിൻ ഓവറോൾ എല്ലാം ഓടി കടന്ന് ചെയ്യുന്ന ആളാണ്. പിന്നെ ഇപ്പോൾ ആൾക്ക് വീട്ടിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രം ഈ ഓട്ടത്തിനിടയിൽ. എന്നാൽ പോലും എല്ലാം അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മാക്സിമം ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെസ്റ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് നമുക്കൊരു ഷെൽഫ് സ്റ്റോർ റൂമിൽ ഇരിപ്പുണ്ട്. വൈറ്റ് ഷെൽഫാണ്, ഇങ്ങനെ ബോക്സ് പോലെ, നല്ല രസമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഡ്രോവർ പോലെ കുറച്ച് ബോക്സസ് ഇരിപ്പുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ബോക്സസ് ഇൻ ദ സെൻസ് ലൈക്ക് പ്ലാസ്റ്റിക്, ഈ വെജിറ്റബിൾസ് ഒക്കെ വന്ന ബോക്സാണ് തോന്നുന്നത്, പ്ലാസ്റ്റിക് ആണത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന പോലത്തെ പ്ലാസ്റ്റിക് അല്ല, അത് പ്രത്യേക ഒരു കട്ടിയുള്ള ഒരു ടൈപ്പാണ്. പക്ഷെ അത് ഗ്രീൻ കളറാണ്. അപ്പോൾ എനിക്ക് ആ ഗ്രീൻ കളർ വെക്കാൻ താല്പര്യമില്ല. ആലും പറഞ്ഞു കുഴപ്പമില്ല, ഗ്രീൻ ആയാലും എന്താ കുഴപ്പം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ തോന്നണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 2 ഗിഫ്റ്റ് റാപ്സ് വാങ്ങിച്ചത്. അധികം കോസ്റ്റ് ഒന്നുമില്ല, 69p ആണ് ഇത് രണ്ടും, 69/69p. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ, ആ ബോക്സിൻ്റെ ഷേപ്പിൽ റാപ്പ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ന്യൂട്രലായിട്ടുള്ള തീമാണ് കണ്ട, അതായത് ആനിമൽസും ഗാർഡനും ഒക്കെ ആയിട്ടുള്ള, ജംഗിൾ ആ ഒരു സംഭവമാണ്. പിന്നെ അത് നമുക്ക് കുഴപ്പമില്ല, ഇങ്ങനെ ബ്ലൂ പിങ്ക് അങ്ങനത്തെ സാധനമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചത്. പിന്നെ പ്ലസ് ഞാൻ കുറച്ച് ടോയ്ലറ്ററീസ് വാങ്ങിച്ചു, കുഞ്ഞ് ബോട്ടിലൊക്കെ വാങ്ങിച്ചു. കാരണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ടൈപ്പ്. അതൊക്കെ ഞാൻ വേറെ വ്ളോഗിൽ, അതായത് ഹോസ്പിറ്റൽ ബാഗ് നെസ്റ്റിംഗ് അറേഞ്ച്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ളൊരു വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പോണത് ജസ്റ്റ് ബോയ് വന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ ശ്രമിക്കും മാക്സിമം. പിന്നെ എൻ്റെതായ കലാപരിപാടികൾ കുറച്ച് ചെയ്യാനുണ്ട്. ഇത് നോക്കാം എങ്ങനെയൊക്കെ ആവുമെന്ന് അറിയില്ല, ഒരു ഐഡിയ ഒക്കെ ഉള്ളിൽ കിടപ്പുണ്ട്. യെസ്, അപ്പോൾ ഇനി ജസ്റ്റ് ബോയ് വന്നിട്ടാണ്. ജസ്റ്റ് ബോയ് ആണ് എൻ്റെ മെയിൻ പാർട്ട്ണർ, എൻ്റെ പ്രേയിങ് പാർട്ട്ണർ, എൻ്റെ ഡെക്കറേഷൻ പാർട്ട്ണറൊക്കെ ജസ്റ്റ് ബോയ് ആണ്. ആൽവിന് പകരം ഇപ്പോൾ ജസ്റ്റ് ബോയ് ആണ് കൂടെ നിൽക്കുന്നത്. ആൽവിനെ ഏൽപ്പിച്ചിട്ട് പോയേക്കണ പോലെയാണ്. ആൽവിന് ഓട്ടത്തിലാണല്ലോ, ആൽവിൻ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ബോയ് വന്നിട്ട് നമുക്കിനി കാണാം. അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇതൊക്കെ കാണുമ്പോൾ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എനിവേ സീ യു ദെൻ. പറഞ്ഞ് നൈറ്റായി. അപ്പോൾ എൻ്റെ ഡിന്നർ കഴിഞ്ഞു. ഇനി ജസ്റ്റ് പോയി ആരും കഴിക്കണം. ആരും വന്നിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നേരത്തെ നിങ്ങൾ കണ്ട വീഡിയോൻ്റെ ആ സെയിം ഡേ തന്നെയാണ് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് 19th മാർച്ച് തന്നെയാണ് ഞാൻ ഈ ബേബി ഷവറിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത്. സോ സെയിം ഡ്രസ്സ്. ഇനിയിപ്പോൾ നൈറ്റ് ആകുമ്പോൾ ഒന്ന് കുളിച്ച് ഫ്രഷ് ആവുമായിട്ട് കിടന്നുറങ്ങുള്ളൂ. ഉറങ്ങുന്നതിന് മുൻപ്. അപ്പോൾ നമുക്ക് ഇതേ ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്യാം. ജസ്റ്റ് ബോയുടെ കൂടെ ചെയ്യാം. എന്നിട്ട് അത് ഫിക്സ് ചെയ്യണത് മേ ബി നാളെ മോർണിംഗ് ഞാൻ ചെയ്യുള്ളൂ. കുറച്ച് ജസ്റ്റ് ബോയ് കൂടെ നിൽക്കട്ടെ, അല്ലെങ്കിൽ അവന് വിഷമവും അല്ലേ. കം ജസ്റ്റ് ബോയ്. അപ്പോൾ എന്തായാലും നമുക്ക് ബലൂൺസ് നോക്കാം. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. ബുവഷാക്കിൻ്റെ മുടി എങ്ങനെയുണ്ട് ഗൈസ്? ഞങ്ങൾ ന്യൂ ഹെയർ കട്ടൊക്കെ ചെയ്തതാണ്. തിരിഞ്ഞ് കാണിച്ചു കൊടുത്ത ഹെയർ കട്ട് അടിപൊളി, നല്ല രസമുണ്ട്. അങ്ങനെ ജസ്റ്റ് ബോയ് ആണ്. ഫോയിൽ ബലൂൺ ആണല്ലേ എല്ലാം. പമ്പ് ഉണ്ടല്ലോ. വാവ്, മോൻ ഫോയിൽ മാത്രം വീർപ്പിച്ചാൽ മതി തൽക്കാലം. അത് നമുക്ക് നോക്കാം, മമ്മി നോക്കാം. How many are there? I think there are probably 50. 50? Let me just get them all. നല്ല രസമുണ്ടല്ലേ. ഇത് നമുക്ക് മുകളിലും വെക്കാം. ബലൂൺസ് വെക്കാമായിരുന്നു. ഇത് അങ്ങനെ പൊട്ടിപ്പോവില്ല. Nice. Let me do the other one. പിന്നെ ഇതേ ഇങ്ങനത്തെ ബലൂൺസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ്, ഒരു ടേപ്പ് ഉണ്ട് കണ്ട. ഈ ടേപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ കാണാൻ പറ്റണല്ലേ, സോറി. ഈ ടേപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് ഹോൾ പോലെ ഉണ്ട് കണ്ട. നമുക്ക് ഇതേപോലെ ഈ ബലൂൺസ് പ്ലേസ് ചെയ്തിട്ട്
ആർച്ച് പോലെ ആക്കാൻ പറ്റും. എനിവേ ദാറ്റ്സ് ഗുഡ്. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നേ. നെക്സ്റ്റ് ഡേ ആണ് 20th മാർച്ചാണ്. നമ്മൾ 19th മാർച്ചിനാണ് സ്റ്റാർട്ട് ചെയ്തത് ബേബി ഷവറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ സോഫാർ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. ബലൂൺസ് ഞാൻ കാണിച്ചില്ലായിരുന്നോ? അത് പയ്യെ ആൽവിനും നെസ്പോയും കൂടെയാണ് ചെയ്തത് കേട്ടോ, ഞാനധികം ചെയ്തില്ല. ബലൂൺസ് ഒന്നും തന്നെ വീർപ്പിക്കാൻ നിന്നില്ല, പരിപാടിക്ക് നിന്നില്ല. അപ്പോൾ അതേ കണ്ട അവിടെ ഒരു വലിയൊരു ക്ലസ്റ്റർ ക്ലൗഡ് ഞാൻ വെച്ച് ആർച്ച് പോലത്തെ സെറ്റപ്പിലാണ് നമുക്കത് കിട്ടിയത്. ആർച്ച് പോലെ ചെയ്യാനാണ് ആ ബലൂൺസ് ഉള്ളത്, പക്ഷേ എനിക്ക് ആർച്ച് പോലെ ചെയ്യാൻ തോന്നിയില്ല, അത് കോമൺ അല്ലേ. അപ്പോൾ ക്ലൗഡ്സ് പോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ അപ്പുറത്തും കൂടി സെറ്റ് ചെയ്യാനുണ്ട്, പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ചെയറിൻ്റെ മുകളിൽ കയറിയാൽ കറക്റ്റായിട്ട് അത് വലിച്ച് ആ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചെസ് ബോയ് ഞാൻ പറഞ്ഞ ചെസ് ബോയ് എടുത്ത് മോൻ പിടിച്ചതാ മമ്മി പയ്യെ കയറാമെന്ന് പറഞ്ഞിട്ട് കൊച്ചു സമ്മതിക്കണില്ല. അപ്പോൾ പിന്നെ അത് ആദ്യം വന്നിട്ട് സെറ്റ് ചെയ്യാം. ബാക്കി ബലൂൺസ് എല്ലാം സെറ്റാക്കി ജസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ നമ്മൾ ആ ഓ ബേബി എന്നുള്ളത് ഇട്ടിട്ടുണ്ട്. ഇത് നൈറ്റ് ആയിരിക്കും മിക്കവാറും ഫോട്ടോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആൽവിൻ്റെ ബർത്ത്ഡേ അല്ലെങ്കിൽ ആൽവിൻ്റെ നമ്മൾ വാലന്റൈൻസ് ഡേക്ക് സെലിബ്രേറ്റ് ചെയ്ത പോലെ നൈറ്റ് തീമിലായിരിക്കും ഫോട്ടോസൊക്കെ വന്നത്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന്. പിന്നെ കുറച്ച് ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെച്ച് സെറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ച ലൈറ്റ്സ്, അതായത് സ്റ്റാറിൻ്റെയും നമ്മൾ ക്രിസ്മസിന് ഇട്ടിച്ച ഒരു സ്റ്റാറിൻ്റെ ലൈറ്റ് ഇല്ലേ, അത് ഇവിടെ കാണാനേ ഇല്ല. അത് എവിടെ പോയി എന്നറിയില്ല, പാക്കറ്റ് തന്നെ എവിടെയോ ആയി പോയിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഷമത്തിലാണ് ഞാൻ. ഇനി നമുക്ക് ബേബിയുടെ ക്ലോത്ത്സും പ്രൊഡക്ട്സൊക്കെ നമ്മൾ വാങ്ങിച്ചേക്കുന്നതും പിന്നെ ഞാൻ പറഞ്ഞില്ലേ എവിറ്റമോൾ തന്ന ഗിഫ്റ്റ് പോലെ തന്നതും അതെല്ലാം കൂടി നമുക്ക് ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കാം പാക്കറ്റ്സിൽ, ഗിഫ്റ്റ് ബാഗിൽ. അപ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ കാണാൻ. പിന്നെന്താ, പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയാകും, കുറേ ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാകുമെന്ന്. പിന്നെ നമ്മൾ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. എന്താ ഉണ്ടാക്കണ പിന്നെ മമ്മി ഇന്ന് എന്താ ഉണ്ടാക്കണം? എസ്പോയ്ക്ക് ഇതേ പപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണം ഗൈസ്. കുറേ നാളായി പഫ് പേസ്ട്രി വാങ്ങിച്ചു ഞാൻ. അപ്പം അത് വെച്ചിട്ട് പപ്സ് ഉണ്ടാക്കാൻ പോകണം ഞങ്ങൾ. പിന്നെ ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി ചിക്കൻ, ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ചുമ്മാ. We are excited. ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാലും നമ്മ അടിച്ചു പൊളിക്കും അല്ലേ. സോ ജോയിൻ, പ്ലീസ് ഡു സപ്പോർട്ട്, ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഗൈസ് ഞങ്ങൾ കുക്കിങ്ങിലാണ്. ആൽബിനുണ്ട് കൂടെ ഇന്ന് ആഫ്റ്റർ ലോങ് ടൈം. അതെ അതെ, നമ്മളിത് ബേബി ഷവർ ആയതുകൊണ്ട് ആൽബിനാണ് ആ എക്സോസ്റ്റ് ഓഫ് ചെയ്ത ജസ്റ്റ് ഒന്നും അതെനിക്ക് കേൾക്കില്ല. അപ്പോൾ ഞങ്ങൾ ഇതേ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് നൗ. പിന്നെ പപ്സ് എയർ ഫ്രയറിലൊക്കെ എത്തിയിട്ടുണ്ട്. അതേപോലെ ആൽവിൻ എനിക്ക് ചില്ലി ഫിഷ് ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ഒരു പ്രഗ്നൻസി തുടങ്ങിയുള്ള കൊതിയാണ്. നമ്മൾ ആ കാശ്മീരി നമ്മുടെ പിരിയൽ മുളകിന് വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെ മിസ്റ്റർ ആൽവിൻ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയുള്ള ചിക്കനാണത്. അപ്പോൾ ഫ്രൈഡ് റൈസ് നമുക്കിതേ പച്ചക്കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്താൽ മതി. റൈസൊക്കെ ഓൾമോസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് റെഡി ആയിട്ടൊക്കെ വേണം നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് സെറ്റപ്പ് ഒക്കെ ആകാൻ. ഇല്ല, അതിനെ കൊണ്ടും ജസ്റ്റിനെ കൊണ്ടൊക്കെ ഞാൻ ഇതാക്കും. എൻ്റെ ഫേസൊക്കെ അതെ ഈവനിങ് ആകുമ്പോൾ എൻ്റെ ഫേസൊക്കെ ചേഞ്ച് ആവും ഗൈസ്. രാവിലെ നല്ല സ്ലിം ആയിട്ടിരിക്കും, ഈവനിങ് ആകുമ്പോൾ പഫി ആയിട്ടിരിക്കും. എന്താ ചെയ്യാ. എനിവേ നമ്മൾ ഇന്ന് ഫോട്ടോസ് എടുക്കും. ഞങ്ങൾ ഇത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ജോയിൻ us. യാ ഫൈനലി എവറിത്തിങ് ഇസ് റെഡി. നമ്മുടെ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ചില്ലി ഫിഷാണ് ഞാൻ കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്ത സംഭവം. ആൽവിന്റെ സ്പെഷ്യലാണ്. ബാക്കി ചില്ലി ചിക്കനും പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പപ്സും ഞാൻ ഉണ്ടാക്കിയതാണ്. ചില്ലി ഫിഷ് എന്തോരം എനിക്ക് അറിയാൻ പാടില്ല, കാരണം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണതാണ്.
ഇത് 11 ഒരു കൊല്ലമല്ലല്ലോ, ഒരു കൊല്ലങ്ങളും 4-5 years ആയിട്ടുണ്ടാവും. നമ്മ അബുദാബിയിൽ വെച്ചാൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ജസ്ബോയ് ടമ്മി കിടന്നപ്പോ ഉണ്ടാക്കി പഠിച്ചാണ് ആ ഫിഷ്. അല്ലല്ല, അത് കഴിഞ്ഞിട്ടും ഉണ്ടാക്കി നമ്മുടെ മിയ കിച്ചന്റെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കിയതാണ്. 9 കൊല്ലത്തിന്റെ ഡിഫറൻസ് ഉണ്ട്. ഇട്ടപ്പോ ഉണ്ടാക്കിയതാണ്. എന്തായാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി കാരണം മുളക് കിട്ടി മിക്സിങ് കിട്ടി. സോ നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല, ഫുഡ് കാണിക്കാൻ ഞാൻ. അതേപോലെ നമ്മൾ കുറച്ച് സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം ജസ്റ്റ് പോയി നമുക്ക് നമ്മൾ മാത്രം. പിന്നെ ഒരാള് നിങ്ങളെ സോ യെസ്, അപ്പൊ നമ്മൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ബലൂൺ ആൻഡ് ലൈറ്റ്സ് ആൻഡ് നമ്മുടെ ചില്ലി ചിക്കൻ പപ്സ്, ജസ്റ്റ് ബോയ് സ്പെഷ്യൽ ഫ്രൈഡ് റൈസ്, എനിക്ക് ആലിനും. പിന്നെ ചില്ലി ഫിഷ്, ഇതാണ് ഞാൻ ഇതാണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ആണ് ഇത് വീറ്റമോളുടെ ഗിഫ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് അതായത് നമ്മളുടെ ബേബിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് ആണിത്. വീറ്റമോളുടെ ആണ്. ഞാനിങ്ങനെ ബോക്സ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബാഗിലാക്കി വെച്ചതാണ്. കാരണം ബേബി ഷവർ എന്ന് പറയുമ്പോ ഗിഫ്റ്റ്സിന്റെ ഒക്കെ ടൈമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ വേറെ ആരെയും വിളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പൊ റൈറ്റ് നൗ. പിന്നെ ഞാൻ കണ്ട കവറിലൊക്കെ നമ്മുടെ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്ട്സും നമ്മൾ വാങ്ങിച്ച ഡ്രസ്സും എല്ലാം വെച്ചിട്ടുണ്ട്. ബേബിക്ക് ഉള്ള ഫസ്റ്റ് ഐറ്റംസ് ആണ് ഇതെല്ലാം. എവിറ്റമോളെ താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങൾ എന്റെ വയറ് ഇതുവരെ കാണാത്ത ആൾക്കാരൊക്കെ കണ്ടു. ഞാൻ ഇംഗ്ലീഷ് പറയാൻ നിർത്തുകയാണ്. പണ്ട് ഇംഗ്ലീഷ് ഇല്ല, കുടം പോലെ നമ്മുടെ അപ്പൊ 36 വീക്സ് ഇനി നമുക്ക് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. ജസ്റ്റ് ബോയ് വന്നപ്പോ മമ്മി ഭയങ്കര ചബ്ബിയായിരുന്നു. ഞാന് നന്നായിട്ട് വെയിറ്റ് വെച്ചായിരുന്നു. 10-15 കിലോ കൂടിയായിരുന്നു. ഇതിപ്പോ അതൊന്നും പറയില്ല. ഇപ്പൊ മമ്മി ചബ്ബില്ല, ടമ്മി മാത്രമേ ഉള്ളൂ. അതെല്ലാവർക്കും അറിയാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റീസൺ. നമുക്ക് ഈ ഡ്രസ്സ് ഒരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഒരു ഡ്രസ്സിന് പ്രത്യേകത. ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, യൂട്യൂബിൽ ഞാൻ ഇട്ടില്ല, പക്ഷെ ഇത് റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു സൺഫ്ലവർ ഫീൽഡിൽ പോയപ്പോ ഇട്ട ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് പോയ ദിവസം ഐ വാസ് പ്രഗ്നന്റ്. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ബേബി ഷവർ ചെയ്യുമ്പോ ഈ ഡ്രസ്സ് തന്നെ ഇടണം. അന്നത്തെ ദെൻ ആൻഡ് നൗ ഫോട്ടോസും എടുക്കാലോ. അപ്പൊ ഇപ്പൊ നോക്കിക്കേ, ഈ ഡ്രസ്സ് ശരിക്കും ലെങ്ത് ഉള്ള ഡ്രസ്സാണ്. ഇത് കണ്ട. പക്ഷെ ഇതിപ്പോ വയറ് വന്നപ്പോഴേക്കും ലെങ്ത് ഒക്കെ പോയി ഡ്രസ്സിന്റെ. എന്തായാലും കുഞ്ഞു ഡ്രസ്സായി പോയി. ടമ്മി കയറി പിടിച്ചേക്കണേണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹലോ ബേബി ആലും പറഞ്ഞു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വേണമെന്ന്. പക്ഷെ എനിക്ക് ഇതേ കിട്ടിയുള്ളൂ. എനിക്ക് ഇങ്ങനെ സെറ്റപ്പ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം കേട്ടോ. എന്തായാലും ഫ്ലൈറ്റിൽ വരുമ്പോ കുറച്ച് മങ്ങി നിൽക്കും, കാരണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. എസ്ബോയ്ക്ക് ഇഷ്ടപ്പെട്ട? എസ്ബോയ് ആണ് എനിക്ക് ബലൂൺസ് ഒക്കെ വിളിച്ചു തന്നത്. എസ്ബോയിന്റെ ആടെ പക്ഷെ കൂടുതലും കൊച്ചാണ് വിളിച്ചത്. അപ്പൊ ഇതൊക്കെ നല്ല ബലൂൺസ് ആണ്. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇവിടെ ഹോം പാർക്കിംഗ് എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ്. അത്ര വലിയ റേറ്റ് ഒന്നും ആയില്ല. എനിവേ നമ്മുടെ ബേബി ഷവർ തുടങ്ങാൻ പോണാണ്. ദ തിങ് ഇസ് ഗിഫ്റ്റ്സ് ഫോർ ബേബി, യെസ്, ആൻഡ് ഫുഡ് ഫോർ മമ്മി, ഡാഡ ആൻഡ് ബുവ ആൻഡ് ബേബി. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കും ഗൈസ്. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി കേട്ടാ വിശേഷങ്ങൾ. ആരും പറയാനും ഇല്ല, കേൾക്കാനും ഇല്ല. അതെ അതെ, നമുക്ക് ഇത്രയും പേര് ഞങ്ങൾക്ക് ഇത് കാണുന്നവരെല്ലാരും ഞങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അതേപോലെ എപ്പോഴെങ്കിലും നമുക്ക് കൂടാൻ പറ്റിട്ട് എല്ലാവർക്കും അങ്ങനെയൊക്കെ വിചാരിക്കാം. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോ എല്ലാരും വിളിക്കും ഞങ്ങള്. ഇനിയിപ്പോ നാട്ടില് ഞങ്ങള് തന്നെയാണ്, അപ്പൊ നമുക്ക് കൂടാം. നാട്ടിലല്ല, ഇവിടെ തന്നെ ഒരു സിറ്റുവേഷൻ നമുക്ക് ആയാൽ നമ്മൾ എല്ലാരും വിളിക്കും. ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും വിളിക്കും. പക്ഷെ ഇപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് ആരെയും വിളിക്കാത്തതാണ്. ആരെയും ക്യാമറയില്. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കുമ്പോ നമുക്ക് കാണാട്ടോ. ഞാൻ കുറച്ച് ആഡംബരമായിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത്. ഞങ്ങൾ പിച്ചക്കാരായിട്ടാണ്. ആൽവിൻ അതിന്റെ കോട്ടക്കെടുത്ത് മാറ്റി മര്യാദക്കിരുന്ന് കഴിക്കാൻ വേണ്ടി. ഞാനപ്പോ അതെ കുറച്ച് റൈസ് എടുത്തിട്ടുള്ളൂ. റൈസ് കഴിക്കാൻ പറ്റില്ലല്ലോ അധികം.
അപ്പൊ ഞാൻ ഇന്ന് ആദ്യമായി ട്രൈ ചെയ്യാൻ പോകുന്നത് ചില്ലി ഫിഷ്. 2-3 കൊല്ലം ഉണ്ടാക്കിയിട്ട് 2-3 5-6 കൊല്ലമായിട്ടുണ്ടാവും. UAE വെച്ചുണ്ടാക്കിയ 2020 ഉണ്ടാക്കിയതാ. 2019 ഉണ്ടാക്കിയതാ. അപ്പോ ഇതാണ് ഞാൻ ക്രേവ് ചെയ്ത സാധനം പ്രഗ്നൻസിയിൽ. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം കഴിച്ചു നോക്കാൻ പോകുന്നത് ഗൈസ്. എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല ഗൈസ്. എന്റെ ഉള്ളില് ആ ടേസ്റ്റ് ഇപ്പോഴും നിപ്പുണ്ടേ. അത്രയും ടേസ്റ്റ് ഒന്നും അത് കിട്ടിയിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ഇറ്റ് ലുക്സ് സോ ഗുഡ്. ഇത്തിരി എരിവിന്റെ ഇത് വന്നു. എരിവിന്റെ ഇത് വന്നു. അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയപ്പോ സംഭവം ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ എന്തോ ഒരു എരിവിന്റെ എരിവ് കുറഞ്ഞ് കൂടിപ്പോയി. പക്ഷെ എരിവ് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്പൈസി അല്ല കേട്ടോ. ഇത് കാരണം നമ്മുടെ കുത്തല് വരും. പിരിയൻ മുളകിന്റെ കുത്തല് വന്നിട്ടുണ്ട്. അല്ലാതെ സംഭവം പൊളിച്ച് ഞാൻ കഴിക്കും. എനിക്കിങ്ങനെ സ്പൈസി ആയിട്ട് തോന്നുന്നില്ല. കാണുമ്പോൾ എനിക്ക് തോന്നുന്നു സ്പൈസി ആണ്. ഇത് നമ്മുടെ പിരിയൻ മുളകാണ്. കൊറേ കാലം കൂടി ഉണ്ടാക്കിയത് കൊണ്ട് അത് പറ്റിയതാണല്ലോ. അത് പക്ഷെ വറുത്തപ്പോ ഞാൻ കഴിച്ചിട്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് വറുത്ത് വെറുതെ വറക്കുമ്പോ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയി ഫിഷ്. ഇത് ഫിഷ് ഫില്ലറ്റ് ആണ്. ഇത് ജസ്റ്റ് ബോയ് ഫിഷ് ഫില്ലറ്റ് മാത്രം കഴിക്കുന്നുണ്ട്. എച്ചിന് വിശന്നിട്ട് അവിടെ അപ്പുറത്തോ ഇരിക്കണാണ്. ഞാൻ വന്നില്ല എന്ന് വീഡിയോയില്. അപ്പോ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോണാണ് ഗൈസ് ഞാൻ. ആ കൊത്തലും കൂടി ഇത്തിരി മുളക് 1 സ്പൂൺ കുറച്ചിട്ട് വെച്ചിട്ടുണ്ടല്ല കറക്റ്റാണ്. അതാണ് 11 out of 7. കൊറേ നാളായില്ല. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒക്കെ ഉണ്ട്. 11 out of 7. 11 out of 7. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. അപ്പോൾ നമ്മുടെ ബേബി ഷവർ. സോ ആൽവിനൊക്കെ ആസ്വദിച്ചോടെ കഴിക്കാനുണ്ട് ഗൈസ്. എനിക്ക് നിങ്ങളോട് റിവ്യൂ പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും എൻജോയ് ചെയ്ത് ഐ എം ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ടുഡേ. കാരണം നമ്മുടെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ബേബി ഷവർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് ആൽവിനും വരാൻ പറ്റി. അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ശരിക്കും ഞാൻ എൻജോയ് ചെയ്താണ് കഴിക്കുന്നത്. താങ്ക് യു ജീസസ്. അല്ലേ വൈ വരാൻ പറ്റി. ഓർഡർ ഒന്നുമില്ല, കാശും പോയി. അരി ചില്ലി ഫിഷ് റൈസിന്റെ കൂടെ നല്ല രസമുണ്ട്. I have some more chicken. ചിക്കന് ചിക്കൻ കൊടുക്കും. റെസിപ്പി എപ്പോഴെങ്കിലും ഇടാം. ആൽബിനൊന്ന് ഫ്രീ ആവട്ടെ. My channel. ഫ്രീ ആവൂല എന്നാലും എപ്പോഴെങ്കിലും ഇടാം. I'm channel. ഞാൻ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസും വേണമെങ്കിൽ പ്രാവശ്യം ഇടാം. ഇതൊക്കെ ഇടാം, നല്ലതാണ്. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യും. വേഗം തന്നെ കുറച്ചും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ ബേബിയുടെ പ്രൊഡക്ട്സും അതേപോലെ എനിക്ക് വാങ്ങിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ഞങ്ങൾ എത്രയും വേഗം വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ പറഞ്ഞ പോലെ റിമെമ്പർ അസ് ഇൻ യുവർ പ്രേയേഴ്സ്. ഗൈസ്, നിങ്ങൾക്ക് കാര്യമായിട്ട് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒന്നാമത് നമ്മൾ തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ടല്ല എടുക്കുന്നത്. പിന്നെ ലേറ്റായി ഓൾമോസ്റ്റ്. ജസ്റ്റ് പോയി നന്നായിട്ട് വൈകിയിരുന്നു. അപ്പോൾ അവന് ഉറക്കം വന്ന് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ നാളെ കുറച്ചും കൂടി എടുക്കണം. ആൽവിൻ്റെ കൂടെയും അധികം എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഫോട്ടോ എടുക്കാനുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാമല്ലോ ഫോട്ടോസ്. പക്ഷേ നമുക്കിപ്പോൾ അധികം എടുക്കാൻ പറ്റിയില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിവേ വി റിയലി ഹാഡ് എ ഗ്രേറ്റ് ടൈം. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു. അതൊക്കെ തന്നെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യങ്ങളാണ്. അത് ആഗ്രഹിച്ച ഫുഡൊക്കെ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ബാക്ക് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ അയാൾക്ക് ഇഷ്ടപ്പെട്ട. നൈറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫേസൊക്കെ ശരിക്കും എൻ്റെ ഫേസിന് ടള്ളായിട്ടുണ്ട്. ഫോട്ടോസിലൊന്നും ആ ഒരു ഭംഗി വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ മോർണിംഗ് ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, മോർണിംഗ് എടുത്ത് നോക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈവനിങ് എടുത്ത് നോക്കാം. ചിലപ്പോൾ ആൽവിൻ നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും നാളെ. അതുകൊണ്ട് ചിലപ്പോൾ ആൽവിൻ ഉണ്ടാവില്ല. എന്നാലും ഞാൻ ജസ്റ്റ് പോയി തമ്മിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. നാളെ ആകുമ്പോൾ അവനും ടയർഡ്നെസ് ഒക്കെ ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് നോക്കാം എത്രത്തോളം എങ്ങനെ പോകുമെന്ന് അറിയില്ല.
മാക്സിമം എത്രയും വേഗം തന്നെ ഫോട്ടോസൊക്കെ എടുക്കണം. കുറച്ച് ഫോട്ടോസ് ആരെങ്കിലും എടുത്തു തരാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇതിപ്പോൾ നമുക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ ഇല്ല ഇപ്പോൾ റൈറ്റ് നൗ, എടുക്കാനുള്ളൊരു സിറ്റുവേഷൻ. എനിവേ, ഞാൻ ഈ വീഡിയോ ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഞങ്ങളുടേതായ രീതിയിലുള്ളൊരു കുഞ്ഞു ബേബി ഷവറാണ് ചെയ്തത്. ബേബിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, നല്ലൊരു സേഫ് ആൻഡ് ഹാപ്പി ഡെലിവറി ആവാനും ബേബിയുടെ ഹെൽത്തിന് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. പ്ലീസ് ടു ലൈക്ക്, കമൻറ്റ് and subscribe to my channel. I'll see you soon in the next video. Bye bye.